ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സ്പൈസി ചിക്കൻ ലെഗ് ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെഗ് ഫ്രൈ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പൈസി ചിക്കൻ ലെഗ് ഫ്രൈ ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 6 ലെഗ് പീസാണ്. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ നന്നായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാരിനേഷനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് നമ്മൾ കുത്തി കൊടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 6 ചുവന്നുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 6 ഉണക്കമുളക്, വറ്റൽ മുളക് ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറായിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ മിക്സ് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇത് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ലെഗ് പീസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചെറുനാരങ്ങന്റെ നീര്, 2 വലിയ ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ. ഈ ഒരു ചിക്കന് നമ്മൾ ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ അതിനായിട്ട് ഒരു ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്പൈസി ചിക്കൻ ലെഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഡിഷായിട്ടുള്ള സ്പൈസി ചിക്കൻ ലെഗ് ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.